ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്ന പോലും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. അങ്ങനൊരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായിട്ട് പാനിക്കായി. നമുക്ക് തിരിച്ചു കിട്ടുമോ, അതെന്താണ് ചെയ്യാൻ പറ്റുന്നത്. ഗ്ലോബൽ വില്ലേജിലോട്ട് പോകുന്ന യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് അവിടെ ചെന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈദിൻ്റെ ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഇപ്പം ഇതുവഴിയാണ് കേട്ടോ, ഇതുവഴി കയറിയിട്ട് നമുക്ക് അപ്പുറത്ത് ഇറങ്ങാം, അല്ലാതെയും പോവാം കേട്ടോ. പക്ഷെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ കയറിയിട്ടാണ് ബാക്കി സൈഡ്സിലോട്ട് പോയത്. അപ്പം ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ വെള്ളത്തിൻ്റെ നടുക്ക് രണ്ട് സൈഡിലും ഫുഡ് സ്റ്റോളാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വട്ടം പ്രത്യേകിച്ച് വേറെ ഫുഡ്സ് ഒന്നും ട്രൈ ചെയ്തില്ല. പക്ഷേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അടുത്തൊരു രാജ്യത്തോട്ട് നമ്മളിങ്ങനെ പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മളിപ്പോൾ ചൈനയിലാണ് കയറിയത്. എന്തായാലും നമുക്ക് നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും പോകാമല്ലോ എന്നുള്ള ആസ്വദിച്ച് ഓർത്തുള്ള നടപ്പാണ് കേട്ടോ അത്. അതിനുശേഷം ഈ കയ്യിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഫി സ്ക്രബാണ് വിത്ത് സോപ്പിൻ്റെ കണ്ടൻറ്റോടുണ്ടത്. ചൈനയിൽ നിന്നല്ല, ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ അത് ആക്ച്വലി നല്ല ഇൻസ്റ്റൻ്റായിട്ടൊരു ചേഞ്ച് എനിക്ക് തന്നെ ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു ബോക്സിൽ വാങ്ങിച്ചു. പിന്നെ ഇത് അവരുടെ ഒരു ഡാൻസ് ഫോമാണ് കേട്ടോ. അത് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ആ കോഫി സ്ക്രബിൻ്റെ കൂടെ അവരുടെ ഒരു പോപ്പുലറായിട്ടാണ് ഷിയ ബട്ടർ. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ഷിയ ബട്ടർ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നാൽ ഈ ഡാൻസ് ഫോമൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഓരോ രാജ്യത്തും ഇങ്ങനെ ടൈമിങ്സ് ഉണ്ട് കേട്ടോ, അവരുടെ സ്പെഷ്യൽ പരിപാടികൾക്കുള്ള. അപ്പോൾ ഇത് നമ്മൾ വന്നപ്പോൾ ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് കയറിയപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ കയറിയ ആൾക്കാരെല്ലാം കൂടെ ചാടി പിടിച്ച് വെളിയിൽ ചാടി ഇറങ്ങിയിട്ട് ഈ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ദുബായിലെ സ്പെഷ്യലാണല്ലോ ഈ ഫയർ വർക്ക്സ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മുടെ അവിടുത്തെ പോലെയല്ല, കുറച്ചുകൂടി ഭംഗിയുള്ള ഇതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ കൺസേർട്ട് നടക്കുന്നുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. അതിനുശേഷം നമ്മൾ വേറെ ഏതോ രാജ്യത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗൈസ്. നാട് ഏതാ വീട് ഏതാണെന്ന് അറിയാത്ത പോലെ നടക്കുന്നുണ്ട്, എവിടെയാണെന്നറിയില്ല. ഇത് അത്യാവശ്യം നല്ലൊരു ലൈറ്റിങ്ങിൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ എടുത്തുവെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ജപ്പാനിലാണ് കേട്ടോ. ഇത് ഡാൻസ് ആണോ മയമാണോ എന്നറിയത്തില്ല, മൂകാഭിനയമായിരുന്നു. ഇവിടെ ഡാൻസിൻ്റെ പാട്ടൊന്നും കേട്ടില്ല. പിന്നെ നമ്മൾ പൊറോട്ടയും ചിക്കൻ കടായയായിരുന്നു കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനിയാണ് ഗൈസ് കഥ ശരിക്കും ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ ആ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് ഇറങ്ങി ജസ്റ്റ് പാകിസ്ഥാൻ വില്ലേജോ അങ്ങനെ എന്തൊരു സ്ഥലത്ത് ഇങ്ങനെ വന്നതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് പോകാമെന്നുള്ള രീതി ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ കാലും എടുത്തിട്ട് അവിടെ നിന്ന് ഇരുന്നതായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. അപ്പം സാധാരണ നേരത്തെ വീഡിയോ എടുത്തപ്പം ഞാൻ കുറച്ച് എൻ്റെ ഫോൺ കുറച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ അങ്ങനെയൊക്കെയാണ് എടുത്തത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോൺ ഇങ്ങനെ നോക്കും. നമ്മളിപ്പോൾ എടുത്തങ്ങ് വെച്ചല്ലോ, എന്തായാലും പോകാണല്ലോ. പോകാൻ നേരത്തെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ എടുത്ത് ബാഗ് വെച്ചതാണ്. അതിനുശേഷം പിന്നെ ഫോൺ എടുത്തില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ വെച്ചെന്തോ റൂട്ടിൻ്റെ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് ആ ഫോണൊന്ന് തപ്പാൻ നമ്മുടെ കൈയിട്ട് ഫോണില്ല ഗൈസ്. അന്നേരമാണ് നമ്മൾ അറിയുന്നത് ഫോൺ എവിടെ നമുക്ക് മിസ്സായി. അപ്പം ഇടയ്ക്ക് ഇതുപോലെ രണ്ട് മൂന്ന് നമ്മൾ പ്ലേസിൽ ഇങ്ങനെ പോയപ്പോൾ ഫോൺ ഇങ്ങനെ കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഓർമ്മയിൽ നമ്മൾ ഈ പോകുന്നതാണ്. ശരിക്കും പക്ഷേ ഈ ഫോൺ ആളുടെ ഇല്ലായിരുന്നു, എൻ്റെ ഇല്ലായിരുന്നു, ആരുടെ ഇല്ലായിരുന്നു. പിന്നെ ആകെ പല ടെൻസ്ഡായി. അപ്പം ഇവിടുത്തെ ഒരു ബസ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അലൗഡ് അല്ലാത്ത സ്റ്റോപ്പിൽ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഫൈനാവും. നമ്മൾ അപ്പം ഇത് ഒരൊറ്റ സ്റ്റോപ്പ് ബസ്സാണ്. നമ്മൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പോട്ടിലേ ഉള്ളൂ ഫൈനൽ സ്റ്റോപ്പ്. അതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് വരാം. നമ്മൾ ഡ്രൈവറിൻ്റെ അടുത്ത് കയറി ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് അറിഞ്ഞു. അപ്പോൾ തന്നെ ഡ്രൈവറിൻ്റെ അടുത്ത് ഒന്ന് നിർത്തുമോ, ഇതുപോലെ ഫോൺ മിസ്സായപ്പോൾ ആൾ ജന്മം ചെയ്താൽ നിർത്തത്തില്ല. പകരം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് അത് 1 hour ഉണ്ട് കേട്ടോ ഡിസ്റ്റൻസ്. അപ്പം ഇവിടെ വന്ന് നിർത്തിയിട്ട് പിന്നെ നിങ്ങൾ തിരിച്ച് പോക്കോളാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ തന്നെ ട്രൈ ചെയ്തപ്പോൾ ഒരാൾ എടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ പാകിസ്ഥാൻ വില്ലേജിൻ്റെ അവിടെ നിന്നാണ് നിങ്ങളുടെ ഫോൺ കിട്ടിയത്, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇതുപോലെ ഇങ്ങോട്ടാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, തിരിച്ച് വന്നാൽ ഫോൺ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ, ഇത് തിരിച്ച് തരുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ലല്ലോ. നമ്മൾ പെട്ടെന്ന് ഈ 1 hour എടുത്ത് നമ്മുടെ സ്റ്റോപ്പിൽ വന്നിട്ട് തിരിച്ച് ഇയാളെ വിളിച്ചപ്പോൾ ഉണ്ടല്ലോ ആൾ എടുക്കുന്നില്ല ഫോൺ. ആളുടെ നമ്പർ നമ്മൾ ചോദിച്ചു കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആൾ തന്നില്ല, നമുക്ക് നമ്പർ അത്ര തിട്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഫൈൻ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും നിർബന്ധിച്ചിട്ട് അവിടെ വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വിളിച്ചപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ തിരിച്ച് വിളിച്ചപ്പോൾ ആൾ എടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് ടെൻഷനായി. കള്ളം പറഞ്ഞ് കൊണ്ടുപോയി മുക്കിയോ നമുക്കൊന്നും അറിയത്തില്ല, ആൾ എടുക്കുന്നില്ലല്ലോ. അവസാനം നിയർ ബൈ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഗ്ലോബൽ വില്ലേജ് എവിടെയാണെന്ന് നടക്കുന്നത്, നിയർ ബൈ പോലീസ് സ്റ്റേഷനിൽ അത് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ നമുക്ക് പറ്റില്ല. അവസാനം പിന്നെ അയ്യോ ഒന്നും പറയണ്ട, നമ്മൾ വേറെ 2 നേരം കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചു. നമ്മൾ കേസ് കൊടുക്കാൻ നിന്ന സമയത്ത് വേറെ 2 നേരം കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറേ ട്രൈ ചെയ്തതിന് ശേഷം ഒരു വട്ടം ഇയാൾ കോൾ എടുത്ത സമയത്ത് ഫ്രണ്ട് കുറേ ദേഷ്യപ്പെട്ടു. എന്താണ് നിങ്ങൾ കോൾ എടുക്കാൻ നമ്മൾ എത്ര ട്രൈ ചെയ്യുക, കേസ് കൊടുക്കും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു സോറി, പിന്നെ എന്തെങ്കിലും കോൾ കണ്ടില്ല, ഫോൺ സൈലൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആൾ നമ്മളെ വിളിച്ചറിയിച്ചു നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലണം, ഇതുപോലെ ആൾ കോൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ഫോണിൽ തന്നെ ട്രൈ ചെയ്തു. വിത്തിൻ ഹാഫ് അവർ നമ്മൾ എത്താൻ പറഞ്ഞു. പെട്ടെന്ന് ടാക്സി ഒക്കെ പിടിച്ചിട്ട് പോയി. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇയാളെ ട്രൈ ചെയ്തപ്പോൾ കോൾ എടുക്കുന്നില്ല. വീണ്ടും താ കിടക്കും ചെങ്കരം തെങ്ങിയെന്ന് പറയുന്ന പോലെ കോൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം പിന്നെ നമ്മൾ എത്താറാവുന്നൊരു 10 മിനിറ്റ് മുന്നെയാണ് ട്രൈ ചെയ്തത്, എടുത്തില്ല. ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് ട്രൈ ചെയ്തു. അവസാനം അയാൾ കോൾ എടുത്തു. അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് സിമിലർ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ സ്പോട്ടും അയാൾ പറയുന്നത് തമ്മിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതുമല്ല അത്ര ആൾക്കാരുള്ള അതിൻ്റെ ഇടയ്ക്കൊന്ന് തിരഞ്ഞു പിടിച്ച് കോൾ വിളിക്കുന്ന ആരാണെന്ന് നോക്കി കണ്ടുപിടിക്കാൻ നമ്മുടെ പണ്ടത്തെ സിനിമയൊന്നും അല്ലല്ലോ. അപ്പം അതേപോലെ ഇച്ചിരി പാടായിരുന്നു കണ്ടുപിടിക്കാൻ. അവസാനം എന്തായാലും അദ്ദേഹത്തെ കണ്ടുപിടി. ഇപ്പോൾ ആ ഒരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, ലേഡി ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ പുള്ളിക്കാരി നമ്മൾ ഒരുമാതിരി അനന്തപഥത്തിലെ മനോജ് കെ ജേൻ്റെ കൂട്ടി ഇപ്പോൾ ദഹിപ്പിക്കും എന്നുള്ള നോട്ടത്തിലായിരുന്നു നമ്മൾ
അവിടെ നിന്നത്. ഭയങ്കരമായിട്ട് നോക്കി പേടിപ്പിച്ചു. പുള്ളിക്കാരെ പക്ഷേ നമ്മൾ അധികം മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് അവരോട് മൈൻഡ് കൊടുക്കാൻ നമ്മൾ ചേട്ടനോട് മാത്രം നന്ദിയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചിട്ട് നമ്മൾ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഇപ്പോൾ കുറവാണ്. ആ ചേട്ടൻ അതുകൊണ്ട് മുങ്ങായിരുന്നു. പിന്നെ ദുബായ് ആണോ അങ്ങനെ ചെയ്യാമെന്ന് അറിയത്തില്ല. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു മനുഷ്യനായിരുന്നത്. അപ്പം പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ നേരത്തെ പോയതിനും ഫോൺ കയ്യിലുള്ളതുകൊണ്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ നോട്ടമാണ് പുള്ളിക്കായിട്ട് തേപ്പിച്ചത്. ഞങ്ങൾ മനസ്സിലായി. അതിലും സംഭവം കിട്ടി ഗൈസ്. അതുകൊണ്ട് അത്ര ഒരു സമാധാനം കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി എനിക്കറിയത്തില്ല എന്തൊക്കെ ചെയ്യേണ്ട വന്നേനെയൊന്ന്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഫോണൊന്നും മിസ് ചെയ്യുന്ന ആളല്ല. പിന്നെ തന്നെ എങ്ങനെ പോയെന്നും എനിക്കറിയത്തില്ല. പിന്നെ നല്ല ഓർമ്മയുള്ള കൂട്ടത്തില്ല. അപ്പം പക്ഷേ എനിക്ക് അന്ന് നടന്നൊരു സംഭവം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇത് എവിടെ വെച്ച് പോയി, എങ്ങനെ പോയി, എപ്പോൾ പോയി ഒന്നും അറിയത്തില്ല. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ മറ്റേ മാപ്പ് നോക്കാനല്ല, എനിക്കൊന്ന് തിരിച്ചു വരുന്ന വഴിയിലുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഫോൺ നോക്കി. പക്ഷേ അന്നേരമാണ് ഇത് മിസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തിരിച്ചു വരുന്ന യാത്രാ വിവരങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പിന്നെ തിരിച്ചു വന്ന വിശേഷങ്ങളൊന്നും കാണിക്കാൻ. പിന്നെ കൂടുതൽ ആളുടെ ഫോണിൽ നമ്മൾ ഇങ്ങനൊരു അവസ്ഥയിലിരിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വിശേഷം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരും ഫോണൊന്നും മിസ്സാക്കാതെ സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുക എവിടെ പോയാലും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.